കളിയും ചിരിയും പാട്ടും കുസൃതിയുമായി നമ്മുടെ പ്രിയപ്പെട്ട ഹരിക്കുട്ടൻ എത്തുന്നു. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ഹരി 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 ശ്രീഹരി. പൊങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. നീ പാടിയപ്പോ സ്ഥലകാലബോധം മറന്നുപോയെന്ന്. സംഗീത വിഭ്രതനായി മാറി നീ. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പൊളിയിലങ്ങണൊരൂര് നമ്മുടെ ഊര്. വെറുതെ പാടുക എന്നുള്ളതല്ല, അത് അനുഭവിക്കുന്നുണ്ട് പല അനുഭവങ്ങളും. ആ അയ്യപ്പ എന്ന് ചരണത്തിന്റെ അവസാനം പാടുന്നില്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗമ പുലരിയിൽ അഭിഷേകം. ആനന്ദഭൈരവിന്റെ ഛായ മുഴുവൻ ഇങ്ങനെ ഓരോ സെല്ലിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കളിച്ചിറക്കല് കല്യാണം, കേട്ടില്ലേ കല്യാണ വേണം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. ஒன்னு உன்னோட பாட்டு, இன்னொன்னு உன்னோட அபிநயம். அப்பா என்ன எனர்ஜி, என்ன எனர்ஜி. ഇത് ഭയങ്കര സുന്ദരൻ, ഭയങ്കര സുന്ദരൻ നീ. ഇത് എന്നാ അവൻ കണ്ടോ നിക്കുന്ന കണ്ടോ, കറുപ്പ് പാന്റ്, കറുപ്പ് ഷർട്ട്, കറുപ്പ് ഷൂസ്, യെല്ലോ കോട്ട്, ബ്യൂട്ടിഫുൾ സുന്ദരൻ. സുന്ദരൻ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഡ്രസ്? ആരെ സെലക്ട് ചെയ്ത് അതൊന്ന് പറഞ്ഞു. അത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് പറഞ്ഞേ. അത് നീ എന്നെ വാങ്ങിച്ചതാ? ഈ വാങ്ങിച്ചല്ല, എന്റെ അച്ഛൻ. നീ എന്നെ വാങ്ങിച്ചതാ? എന്റെ കാശില്ലെന്നറിയില്ലേ എന്റെ അച്ഛൻ. ഓക്കെ, ഇത് വാങ്ങിച്ചതാണോ അതോ ഗിഫ്റ്റ് കിട്ടിയതാണോ? ഇത് വാങ്ങിച്ചു തന്നെ. അല്ല വാങ്ങിച്ചതാ. അല്ല ഗിഫ്റ്റാ. അല്ല അല്ല ഗിഫ്റ്റാ. ആലോചിച്ച് നോക്ക്. വാങ്ങിച്ചതാ. ചങ്കാണെങ്കിൽ വിശ്വസിക്കണം. അടുത്ത അസ്ത്രം. ഇവൻ അസ്ത്രം എയ്ത് ചെയ്ത് ശിവകുമാറേട്ടനെ ഇങ്ങനെ തറച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം പറ്റൂല. ഞാൻ ചങ്കാണേ. ഏത് പാട്ടാണാവോ ചങ്ക് പാടുന്നത്? ഞാനിന്ന് പടം മുന്ന ചെന്താമരയെ വാ. ചെന്താമരേ വന്നു. മധുബാലകൃഷ്ണൻ സാറ് പാടിയേ. ഏത് മധുബാലകൃഷ്ണൻ? മധുബാലകൃഷ്ണൻ ഞാൻ കേട്ടിട്ടില്ല. ഔസപ്പച്ചൻ സാറിന്റെ പാട്ടല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ മധുബാലകൃഷ്ണന്റെ പാട്ടല്ലേ പാടുന്നത്? മധുബാലകൃഷ്ണനെ എനിക്കറിയാം, എന്റെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്താണ്. തസ്കരവീരൻ എന്ന സിനിമയിലെ ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടാണ്. MD രാജേന്ദ്രൻ ലിറിക്സ്. ഇത്രയും നിനക്കറിയോ? എവിടെ ചുമ്മാ തലയാട്ടോ ബൊമ്മ പോലെ. നീ റിഹേഴ്സൽ ചെയ്തിട്ട് പാട്ട് പാടും കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. Na na na
സുഗന്ധം കാണാപ്പുമരുകിലു ചന്തം നീ എൻ്റെ നിത്യവസന്തം ഈ മടിയിൽ പൂമടിയിൽ എന്നെ ഉറക്കൂ നീ രാവറിയാതെ നോവറിയാതെ ഹൃദയരാഗം നീട്ടു നീ ചെന്താമരയെ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയെ വാ വാ ഓക്കെ യെസ് എന്താണ് എനിക്കൊരു സംശയം. എന്ത് പെട്ടെന്ന് അങ്ങ് തീർത്താ. ഏ ഇനിയുണ്ടോ വരികൾ? ഇല്ലല്ല. ഉണ്ട് ഉണ്ടാ ഇനി ഉണ്ടായിരുന്ന വരികൾ. ആ ആ ഓക്കെ, കണ്ടുപിടിച്ചേ. ഇനി എത്ര കൂടെ ഉണ്ടായിരുന്നു? കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ആണോ? ആണോ? ഒന്ന് പാടിക്കപ്പിക്കടേ. ചെന്താമരയെ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയെ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയെ വാ സൂപ്പർ. കള്ള കൃഷ്ണമണി. അത് നമ്മൾ മിസ് ചെയ്തു. അതാണ് അവിടെ തെറ്റ്. ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. ആ ഐറ്റം എന്തിയെന്ന് വാ. അപ്പൊ അവൻ മടക്കി പോക്കറ്റിൽ ഇട്ടിട്ട് നേരത്തെ 4 വരിയായപ്പോ നിർത്തിയേച്ച് നേരെ അങ്ങ് കൈ വീട്ടിൽ കാണിച്ചു. പോകാന്ന് വെച്ച്. ഓക്കെ എന്ന്. ഓക്കെ ഞങ്ങൾക്ക് ഓക്കെ ഇല്ല. നീ ലാസ്റ്റിൽ പാടിയില്ല. എന്തുകൊണ്ട് പാടിയില്ല? ഞാൻ മറന്നുപോയി. അങ്ങനെ മറക്കാൻ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവന് എന്ത് ഗ്രേഡ് കൊടുക്കാം? നമുക്കൊരു A അൾട്ടിമേറ്റ് കൊടുക്കാന്ന്. അത്രയ്ക്ക് അങ്ങ് കേറുവോ? കേറ്റം അതുവരെ കേറത്തില്ല. ഡബിൾ വാവ് അവിടെ നിന്ന് എത്തത്തില്ല. അൾട്ടിമേറ്റ് പോലെ എത്തുന്നില്ല. ഒരു A ടോപ്പ് അല്ലേ അണ്ണാ? A ടോപ്പ് മതിയോടെ? വേണ്ട അല്ലേ? എനിക്ക് വേണ്ട ഏറ്റവും. സത്യം പറഞ്ഞാൽ നീ പാടിയതിന് എനിക്ക് ഞാനല്ല ഇവിടെ ഗ്രേഡ് തരുന്നത്. ഗ്രേഡ് തരുന്നത് ഈ അണ്ണനാണ്. ഞാനായിരുന്നെങ്കിൽ നിനക്ക് ഒരു ഗോൾഡൻ ക്രൗൺ തന്നെ. ഇതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിലുള്ള കണ്ണിൽ പൊടിയിടൽ എന്ന് പറഞ്ഞ സംഭവം. എന്ന് പറഞ്ഞാ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സ്കേപ്പ് കോട്ട് എപ്പോഴും ഞാനാണ്. കാരണം ഞാനാണ് ഈ അവാർഡൊക്കെ ഗ്രേഡൊക്കെ പ്രൊണൗൺസ് ചെയ്യണത്. ഇതിന്റെ അർത്ഥം എല്ലാരും വിചാരിച്ചിരുന്നത് ഞാൻ മാത്രമായിട്ട് തീരുമാനിച്ച് ആണല്ലോ. അടിച്ച് ഏൽപ്പിക്കുകയാണ്. ആണല്ലോ. ഞാൻ ഇവിടെ അണ്ണൻ ഇരുന്ന് പറയും. അപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് അനു അത് ശരിയാവില്ല. ഞാനൊരു പാവം പൂക്കുറ്റി അപ്പൊ ഇവിടെ. വിധുമാവനോട് ചോദിക്കും. വിധുമാവൻ അല്ല മോനെ, ഞാനായിരുന്നു ഗ്രേഡ് തരുന്നെങ്കിൽ നിനക്ക് ഈ ഇത്രയും പാടിയെന്ന് ഇത്രയും നന്നായിട്ട് അവസാന ശാലം വിട്ടു. എത്രയല്ലേ ഉള്ളൂ? ഞാനൊരു ഗോൾഡൻ ക്രൗൺ തന്നെ. നീ ഇപ്പൊ തരുന്ന ഗ്രേഡ് വാങ്ങിച്ചോ? നീ എനിക്കൊന്നും പറയാനില്ല. നീ നന്നായിട്ട് പാടി. സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. ചില പോർഷൻസ് ഒക്കെ മനോഹരമായിരുന്നു. പക്ഷെ ചില പോർഷൻസ് അങ്ങോട്ട് എത്തിപ്പെട്ടില്ല. അങ്ങോട്ട് അതായത് പിടിച്ചു നോക്കിയിട്ട് എത്തിപ്പെട്ടില്ല. അവസാനം വിട്ടു. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ. നിനക്ക് എങ്ങനെയെങ്കിലും ഒരു ഗോൾഡൻ ക്രൗൺ. അത് കാരണം നമ്മളാരാ? ചങ്ക്. ആ ചങ്കിനെ അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ചങ്കസ്റ്റും ചങ്കറും ചങ്കിസ്റ്റും ഒക്കെ നോക്കട്ടെ. ഹരിക്കൂട്ടാ, നീ നന്നായിട്ട് പാടില്ല. ഇത് എന്താണ് അവസാനം വരിയൊക്കെ മറന്നത്? സാരല്ലടാ. എന്താണ്? സാരം ഇല്ല. സാരം ഇല്ല. അതാണ് ഒരു സാരമില്ല. നീ അല്ലടാ സ്റ്റാർ ആണോ? സ്റ്റാർ എടേ ആ വാ എങ്ങനെ പാടി? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെന്താമരയെ വാ ആ ആ മന്ദാകിനിയായി വാ ആ ചന്ദനമുകിലായി വാ ഓ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയെ വാ മന്ദാകിനിയായി വാ. അതാണ് വാ. ഓ അതെന്താ അത് വാ ഇന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കുന്നുണ്ടല്ലോ. വാ വാ
ഇത് തന്നെ അത് എനിക്ക് പഠിപ്പിച്ചു തരുമോ ഒന്നുകൂടെ? ചെന്താമരയേ വാ വാ. ചേട്ടാ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ അത്. ചിന്താമരയേ എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? കാണുമായിരിക്കും. വാ ആണോ? വാ എന്താ വാ. അങ്ങനെയാണ്. ആ, അപ്പൊ എനിക്ക് ഏത് ഗ്രേഡ്? ഗോൾഡൻ ക്രൗൺ. ഏ ഗോൾഡൻ എസ്ട്രി. അതേതാ? ഗോൾഡൻ എക്സ്ട്രീം. ഇവരൊരു എക്സ്ട്രീം തന്നെയാണ്. എല്ലാം കൂടെ ചേർത്തങ്ങ് തന്നു. സ്നേഹം. മാത്രല്ല ഇന്ന് എന്താണ് സംഭവം, ശരിക്കും സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ യെല്ലോ ആൻഡ് ബ്ലാക്ക് സൂപ്പർ ആണ് കേട്ടോ, ഭയങ്കര മാച്ചാണ്. അതെ. ആ അതെന്താണ് അവിടെ എന്താണ്? ഒരു സ്റ്റാറോ? സ്റ്റാർ അല്ല, സ്വർണം അല്ല അത് സർമാൻ. അത് സ്വർണ്ണാണ്. ആണ്. ആരും അങ്കിൾ എന്ത് പറയുന്നു? എന്ത് റോക്ക് സ്റ്റാർ ആണ് ഇന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ ഒരു ഹെഡ് വോയിസിൽ അങ്ങനെ പോയി ആ ഒരു വാന്റെ ഒരു വിബ്രാട്ടോ ഒക്കെ കൊടുത്തുല്ലേ ഒരു സ്ഥലത്തില്. താങ്ക് യു. അത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒട്ടുമല്ലേ? ആ ചരണത്തിലാണോ അത്? കണ്ണാടി കവിളിലൊരുമ്മ ആ പെണ്ണെ നിന്നാണം ചുവന്നോ ആ എന്നെഞ്ചിൽ തോടിക്കൊട്ടും അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹെഡ് വോയിസ് ഫോൾസെറ്റ് എന്നൊക്കെ പറയുന്നത്, അവൻ ഈ ഹെഡ് വോയിസിനും ഫോൾസെറ്റിനും ഇടയ്ക്കുള്ള ഒരു സൗണ്ട്. ആ ഒരു സൗണ്ട് അവിടെ പക്ഷെ കൊണ്ടുവരുന്നു എങ്ങനെയോ അത് സൂപ്പർ. പിന്നെ പാടിക്കോ, നെക്സ്റ്റ് ലൈൻ പാടിക്കോ. പെണ്ണി നിന്നാണം ചുവന്നോ എന്നെഞ്ചിൽ തോടിക്കൊട്ടും താളം ആഹാ പൊന്നേ നീ തിരിച്ചറിഞ്ഞോ കാറ്റലയായി കുറുനിരകൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രാവശ്യം കൂടി. കാറ്റലയായി കുറുനിരകൾ. മിടുക്കൻ അത് മിടുക്കൻ മിടുക്കൻ. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മാടിയൊതുക്കാം ഞാൻ. അതങ്ങനെ എനിക്ക് കറക്റ്റ് പാദസരങ്ങൾ പല്ലവി പാടും പ്രണയഗാനം മൂളാം ഞാൻ. അയ്യോടാ എന്തൊരു ചക്കറ. ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു മാം. അത് മോൻക്ക് കിട്ടാത്ത റേഞ്ച് അത് എങ്ങനെ മാനേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നു. യു ആർ സോ ഇന്റലിജന്റ്. ഓക്കെ ശ്രീഹരി. താങ്ക് യു മാം. സ്മാർട്ടി പായ് ചങ്കിസ്റ്റ്. ഓക്കെ ഓ യേ യേ ഇങ്ങനെ ഓ യേ യേ കലക്കി സൂപ്പറായിരുന്നു. താങ്ക് യു വിധു. വിധുവാ മുറുകിച്ചേട്ടാ. നേരത്തെ ചെയ്തത് ഓർമ്മയില്ല. എന്നെ ഇക്കിളിയാക്കി തറയിലിട്ട് കുരുക്കി ഞാൻ, അതുപോലെ ഇക്കിളിയാക്കി ഞാൻ വെളിയിലെടുത്ത്. അത് വേണ്ട. ഞാൻ ഓടും. എനിക്ക് ഓടാൻ അറിഞ്ഞൂടെ? ഞാൻ നിന്നെ ഓട്ടിച്ചിട്ടാണ് പിടിച്ചത് നേരത്തെ, ഓർമ്മയുണ്ടാ? എന്നിട്ട് ഇക്കിളിയാക്കി കുരുക്കിയത് ഓർമ്മയുണ്ടാ വെളി വെച്ച്? അതുപോലെ ഞാൻ ചെയ്യും, നോക്കൂ. മുറുകിച്ചേട്ടാ. വെളിവാടാ. ഇപ്പൊ ഞാൻ കമന്റ് പറയണോ വേണ്ടേ? വേണം. അത്ര ഗൗരവം സൗകര്യമില്ല പറയാൻ. പ്ലീസ്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു വിധു ചേട്ടാ. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നടാ? ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ നോക്കി രണ്ട് സൈഡിലോട്ട് നോക്കി കളിച്ചാൽ അതാ രണ്ട് അപ്പുറത്തും ഇപ്പുറം നിൽക്കുന്ന പെമ്പിള്ളാരെ നോക്കി ഗോഷ്ടി കാണിച്ചതുപോലെ തോന്നി. നീയൊക്കെ മുഖം ഇങ്ങനെ വെച്ചിരുന്ന ഓ അങ്ങനെ വെച്ചത് ഇങ്ങനെ ഓ അങ്ങനെ. അപ്പൊ ടെലികാസ്റ്റ് വരുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര എന്തായിരുന്നാലും എല്ലാം കൊണ്ടും ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. നീ കാണാനാണെങ്കിൽ ഗ്ലാമർ, ഭയങ്കര സുന്ദരൻ, കട്ട ഗ്ലാമർ. അതെ. താങ്ക് യു വിധു ചേട്ടാ. അടിച്ച് ബുദ്ധിയാവാ. അത് തന്നെ എല്ലാം സൂപ്പറാണ്. അത് സുന്ദരനാടാ, കലക്കനാടാ. പക്ഷെ ഇക്ലിയാകണ്ടേ? നീ നേരത്തെ എന്തായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത്? വെളിയിൽ വെച്ച് കാണാം. അല്ല വിധു ചേട്ടാ. ശരിക്കുള്ള ചങ്കെ മുറുകിച്ചേട്ടാ. മുറുകിച്ചേട്ടാ. ഇപ്പൊ ഇക്കളിയാക്കണം വന്നു. ജീവനും കൊണ്ട് ഓടുവൻ. ഓക്കെ. ഇക്കിളിയാക്കിയ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. പോടാൻ പാടില്ലല്ലോ. ധൈര്യം
നിക്കശ എങ്ങനെ പിള്ളേരെ എങ്ങനെയാണോ പിടിച്ചോ അവൻ തുപ്പുന്നു. അയ്യോ മൈക്കിൽ ചിരിക്കുന്നാടോ നീ? അയ്യോ രണ്ട് കടി വെച്ചു നല്ല കടി വെച്ചോട്ട്, നല്ല കടി വെച്ചു. ഒരു കടിക്ക് ഓടിച്ചെന്ന ഒറ്റക്കടി ഓടിച്ചെന്ന വിരലെടുത്ത് രണ്ട് കടിയടി. അവന് പേടിയോ വേണ്ട വേണ്ട, അത് മുറുകിയാണ്, കൊത്തും. ഇതാരാ ഇത്? മുറുകിച്ചേട്ടൻ. അവന് വാശിയെ മുറുകിച്ചേട്ടന്ന്. വെളി വരട്ടടാ, ഇതിന്റെ ബാക്കി വെളി വെച്ച് കണക്കുന്നല്ല രണ്ടുപേര്. അപ്പൊ എന്താണ് ഗ്രേഡ്? ഞാനാണേ ഗ്രേഡ് തരുന്നത് ഗോൾഡൻ ക്രൗൺ ആയിരിക്കും. MJ സാർ ഗ്രേഡ് ഏതാന്ന് ചോദിക്കും. ഗ്രേഡ് എടുക്കാൻ നീ എന്തിങ്ങനെ നിക്കുന്നേ? 5 ഗ്രേഡോ? പുതിയതെന്തോ വന്നതാ. 5 5 ഒന്ന് പറഞ്ഞ എത്ര? 4 ആദ്യം ഒന്ന് പറഞ്ഞ എത്ര? ട്രിപ്പിള്. അത് തരട്ടെ. ചിന്തിക്കട്ടെ, വാങ്ങിച്ചോ. എക്സ്ട്രീം. അവൻ പറയുന്ന പോലെ കൊടുക്കണം. ഐസ്ക്രീം മതി, ഗോൾഡൻ ക്രൗൺ വേണം. അയ്യോ അങ്ങനെ പറയരുത് സാർ. ഡിസ്കൗണ്ട് കേട്ടോ. ഏതാ? അയ്യോ എക്സ്ട്രീം മതി, ഗോൾഡൻ Extreme മതി, ഇതാണ് ശ്രീഹരിക്കുട്ടനാണ് നമ്മൾ ദയാനിധി എന്ന് വിളിക്കുന്നത്. ദയ കാരണം അയ്യോ അങ്ങനെ പറയരുത്. അത് വേണ്ട. അങ്ങനെ Extreme പറയരുത്. മതി. എക്സ്ട്രീം മതി, ഗോൾഡൻ ക്രൗൺ ഇപ്പത്തേക്ക് വേണ്ട. പക്ഷെ ഗോൾഡൻ ക്രൗൺ വേണ്ട നിനക്ക്? ഇപ്പോഴത്തേക്ക് ഞങ്ങളെ വേണ്ട, ഇപ്പൊ വേണം. ഇപ്പൊ വേണ്ടാന്ന്. പക്ഷെ സമയമില്ല, അടുത്ത extreme വെള്ളിയാഴ്ച. തീർച്ചയായിട്ടും ഓക്കെ, എക്സ്ട്രീം ഒരു തീരുമാനമാകാം. ശ്രീഹരിക്കുട്ടൻ ഈസ് ഗോയിങ് ടു ബി awarded a golden crown -1 equals a extreme -1 equals a triple 1. പേടിച്ചുമില്ല. അയ്യോ ക്രിസ്മസ് സാന്റാ ക്ലോസ്. ഹലോ സാന്റാ ക്ലോസ്. സാന്റാ ക്ലോസ്. കൊണ്ടുപോക്കോ സാന്റാവനെ. എനിക്ക് സാന്റയുടെ കൂടെ റൈഡ് ചെയ്യാം. Hi, Happy New Year, Santa. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഓ, പോവാണോ? അയ്യോ അയ്യോ അവന് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? ആ ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഉണ്ട്. പിന്നെ പിന്നത്തെ കൊടുക്കാന്നാ. അയ്യോ പിന്നെ വേണ്ട, ഇപ്പൊ കൊടുക്കും. ഇപ്പൊ കൊടുക്കോ? ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് യാത്ര കഴിഞ്ഞ് പോവാൻ വന്നതാണ്. ആണോ? അയ്യോ പോണ്ട സാന്റ. അതെ, ഇവനെ കൊണ്ടുപോവാ. അത് നല്ല idea. അത് നല്ല ഐഡിയ. അത് നല്ല ഐഡിയ. ഗുഡ് ഐഡിയ. പോകുന്ന മുമ്പ് ഒരു ലാസ്റ്റ് ഒരു പ്ലം കേക്ക് ഓ കൊടുത്താ എന്റെ അനുചേച്ചി, നമ്മുടെ റെസൊല്യൂഷൻ മറക്കരുത്. ഇനി പ്ലം കേക്ക് കഴിക്കാൻ പാടില്ല. തീർന്നു അല്ലേ? ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെന്ന് വെറുതെ ആശിപ്പിച്ചു. എന്തോ എടുക്കുന്നുണ്ട് സാന്റ. പ്ലം കേക്ക് നല്ലത് വേറെന്തോ. അനുചേച്ചി, അത് തുറക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് പ്ലം കേക്ക് വേണം. അനുചേച്ചി എന്തോ 4 വയസ്സിന്റെ ബുദ്ധിയുള്ളെന്ന് 40 വയസ്സിന്റെ ആക്രാന്തമാ. പിന്നെ അയ്യോ
എത്ര എന്താ ചേച്ചി ചേച്ചി മൂന്നാമത്തെയാണ് കേട്ടത്. മൂന്നാമത്തെ 3. അയ്യേ കൈയിട്ട് വരുന്നു നോക്ക്. ചേച്ചി അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കണത്. മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായത്. ചേച്ചിക്ക് അത് കലക്കി. വളരെ അത്യാവശ്യമായിരുന്നു. മിനുടെ. വളരെ എന്തോ നമ്മളെ അനുഭവങ്ങളുണ്ടല്ലോ 10 ദിവസം കൊണ്ട് 1 വർഷത്തേക്കുള്ള കേക്ക് തീർന്നു. കേട്ടോ. സത്യം. എന്റെ ഹരിക്കുട്ടൻ അടിയൊരു ശംഖ് പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 അതോ കിട്ടി. വായിച്ചേരട്ടെ അപ്പൊ ഇതെന്താണെന്ന്. ന്യൂ ഇയർ ഈവ് അറ്റ് നൊവോട്ടൽ കൊച്ചി കാക്കനാട് 5-star ഹോട്ടൽ. എനിക്ക് അവിടെ നല്ല ജോലി കിട്ടി. അവിടെ എനിക്ക് ഭക്ഷണം കഴിക്കാം. ജോലിയാ? ന്യൂ ഇയർ അവിടെ അടിച്ചു പൊളിക്കാലോ. ഓ എനിക്ക് അവിടെ കൊറേ ചിക്കൻ ആ. റോസ്റ്റ് അതെല്ലാം കഴിക്കാം. അതെ, ഇഷ്ടമുള്ള എല്ലാം കഴിക്കാം. ഓക്കെ, നമുക്ക് നൊവോട്ടലിലേക്ക് പോവാം. ഓക്കെ Okay. ഓക്കെ Bye. Bye. സാന്റ പോലെ പോലെ സെന്റ പ്ലീസ്. പ്ലീസ് ഡോണ്ട് ഗോ അവേ. എനിക്ക് സാന്റയുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. അതീ പറഞ്ഞല്ലോ മതിയോ? ഓ, അത് സാന്റയ്ക്ക് മാത്രം പറ്റുന്ന സ്റ്റെപ്പാ. കളിക്ക്, ഡാൻസ് കളിക്ക്. സാന്റെ ആരാണെന്ന് നമുക്ക് അതെ, സാന്റേനെ കാണട്ടെ നമ്മള്. എനിക്ക് തോന്നുന്നു ഒന്ന് അയച്ചു മാറ്റിക്കോളൂ. അങ്കിൾ MJ അങ്കിൾ അയച്ചോ. ഇത് പലപ്പോഴും ഇവിടെ സാന്റ ഇവിടെ നമുക്ക് വന്ന് ഒരു വളരെയധികം മാജിക്കൽ പെർഫോമൻസ് ആവുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അല്ലേ ഈ ക്രിസ്മസ്
പ്രലോഭ് കീ പ്രലോഭ് കീ പ്രലോഭ് കീ. ഫ്ലവേഴ്സിന്റെ വക ഉള്ള സമ്മാനം ഈ അവസരത്തിൽ കൊടുക്കുന്നത് എനിക്കൊരു ഓണറായിട്ട് ഞാൻ എടുക്കുന്നു. താങ്ക് യു. അപ്പൊ അടിയൊരു പ്രലോഭ് പൂക്കുറ്റി. Congratulations, Pralobh is awarded 25,000 rupees from Flowers TV for his achievement. പ്രലോഭേട്ടാ, ഈ പ്ലം കേക്ക് കിട്ടിയത് ഞാൻ എപ്പോഴും മറക്കില്ല, ഒരിക്കലും മറക്കില്ല എന്റെ ലൈഫിൽ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രലോഭ്, താങ്ക് യു സോ മച്ച്.